അതെ, നിർഭാഗ്യകരമായ ഒരു റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത്. ഇതേവരെ ഒരു സ്ഥിരീകരണത്തിൻ്റെതായ നിലയുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു ആശ്വാസത്തിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. എന്നാൽ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കുറേ പേര് ഈ രോഗബാധിത പ്രദേശത്തടക്കം നമ്മുടെ നാട്ടിൽ നിന്ന് പോയി ജീവിക്കുന്നുണ്ട്. അവരിൽ ചിലർ നാട്ടിലെത്തിയിട്ടുമുണ്ട്. അപ്പോൾ അതിനാവശ്യമായ ജാഗ്രതയൊക്കെ നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പൊക്കെ കൊടുത്ത് നല്ല നിലക്ക് ജാഗ്രത പാലിക്കാനുള്ള നടപടികൾ എടുത്തു വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കേസ് സ്ഥിരീകരിച്ചതായിട്ടാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ആവശ്യമായ ജാഗ്രതാ നടപടികളൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. വല്ലാതെ ഭീതി പരത്തുന്ന നിലയുണ്ടാകരുത്. എന്നാൽ നല്ല ജാഗ്രത ഈ കാര്യത്തിൽ പാലിച്ചു പോവുകയും വേണം. മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പടരുന്ന ഒന്നാണെന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ അതിനാവശ്യമായ ജാഗ്രത പാലിക്കുന്ന അവസ്ഥ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ആവശ്യമായ എല്ലാ കരുതൽ നടപടികളും സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. കൊറോണ വൈറസിൻ്റെ കാര്യത്തിൽ, COVID-19 കാര്യത്തിൽ നമ്മൾ കുറേയും കൂടി നമ്മുടെ പ്രതിരോധ നടപടികൾ ശക്തമാക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവം. അതായത് ഇന്നലെ നമുക്ക് രാത്രി കൊണ്ട് അറിയാൻ കഴിഞ്ഞത് ഇറ്റലിയിൽ നിന്ന് മടങ്ങി വന്നിട്ടുള്ള ചിലർ പത്തനംതിട്ട ജില്ലയിൽ കൊറോണ പോസിറ്റീവായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. 5 പേരാണിപ്പോൾ ഐസൊലേഷൻ വാർഡിലുള്ളത്. അവര് പോസിറ്റീവായിട്ട് മാറി എന്നുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. ഇതിൽ 3 പേരാണ് ഇറ്റലിയിൽ നിന്ന് നേരിട്ട് വന്നവരുള്ളത്. ഒരു അച്ഛനും അമ്മയും മകനും കൂടിയാണ് വന്നത്. യഥാർത്ഥത്തിൽ അവർ എയർപോർട്ടിൽ ഇത് റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ നിന്ന് അവർ വീട്ടിൽ വന്നു. വീട്ടിൽ താമസിക്കുന്ന സമയത്ത് അവർ തൊട്ടടുത്തുള്ള ബന്ധു വീട്ടിൽ സന്ദർശിച്ചിരുന്നു. ആ ബന്ധു വീട്ടിലെ 2 പേര് പനിയായി ഹോസ്പിറ്റലിൽ വന്നപ്പോൾ, റാന്നി താലൂക്ക് ഹോസ്പിറ്റലിൽ വന്ന സമയത്ത് അവരുടെ ലക്ഷണങ്ങൾ കണ്ടപ്പോൾ ഹോസ്പിറ്റലിലുള്ള മെഡിക്കൽ ടീം ഉടനെ തന്നെ അവരെ ഐസൊലേറ്റ് ചെയ്തു. അവർ പറഞ്ഞിട്ടാണ് ഈ ഇറ്റലിയിൽ നിന്ന് റിട്ടേൺ ആയിട്ടുള്ള ആളുകൾ തൊട്ടടുത്ത വീട്ടിൽ ബന്ധുക്കൾ 3 പേരുണ്ടെന്ന് മനസ്സിലായത്. ഉടനെ തന്നെ നമ്മുടെ മെഡിക്കൽ ടീം ആ വീട് സന്ദർശിക്കുകയും അവരോട് അടിയന്തരമായി ഹോസ്പിറ്റലിലേക്ക് മാറാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അവർ വളരെ വളരെ തെറ്റായ രീതിയിലാണ് പെരുമാറിയതെന്ന് പറയാതിരിക്കാൻ വയ്യ. അവരാദ്യം തന്നെ ഇറ്റലിയിൽ നിന്ന് വന്ന വിവരം മറച്ചുവെച്ചു. രണ്ടാമത്തെ കാര്യം, ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ അവരാദ്യം അതിന് തയ്യാറായില്ല. അവരതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് അവരിതിനെ വരാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ മെഡിക്കൽ ടീം പറഞ്ഞത്. വളരെ ഫോഴ്സ്ഫുള്ളായിട്ട് തന്നെ അവരെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവരെയും ഐസൊലേറ്റ് ചെയ്തു. അപ്പൊ ഇവിടെ ഒരു വലിയ ആശങ്കയുണ്ടായിരുന്നു. നമ്മുടെ പൊങ്കാല നടക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ പെട്ടെന്ന് എല്ലാ ഒരുക്കങ്ങളും എത്രയോ മാസങ്ങൾക്ക് മുമ്പ് നടത്തിയൊരു ഉത്സവം നിർത്തിവെക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ പല മേഖലകളിലും ആലോചിച്ചിരുന്നു. പക്ഷേ അങ്ങനെ ഉത്സവമാകെ നിർത്തിവെക്കുന്നു തീരുമാനിക്കാൻ നമുക്ക് പറ്റിയിരുന്നില്ല. പിന്നെ ഇവിടെ പോസിറ്റീവ് കേസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ സമയത്ത് നിർത്തിവെക്കേണ്ട കാര്യമില്ല. പൊങ്കാല നടക്കും. പക്ഷേ പൊങ്കാലക്ക് നമ്മൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ സിംറ്റമാറ്റിക് ആയിട്ടുള്ള ആരും പൊങ്കാലക്ക് വരരുത്. കൃത്യമായിട്ട് അത് ഓർമ്മിക്കാൻ ദേവസ്വത്തിന്റെ അധികാരികളും അവർ വളരെ കോപ്പറേറ്റീവായിട്ട് ഈ കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് അവരും ഈ നിർദ്ദേശം കൊടുക്കണം. വന്നു തുടങ്ങിയിരിക്കുന്നു. ആ കൂട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉള്ളവർ, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ശ്വാസതടസ്സമോ ചുമയോ പനിയോ ഉള്ള ആരും തന്നെ പൊങ്കാലയിടാൻ കൂട്ടത്തിൽ വരരുത്. ഒരുമിച്ച് ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. സങ്കടത്തോടെ ഇരിക്കാതെ കേരളത്തിൽ ആം ചെറുത്ത് തോപ്പിച്ചിടും കൊറോണ വൈറസിനെയും.
ಸಂದಣ ಮೇರ ವಗುವಾಗ ಪುತುರುಕ ಪೂಪರಿಕ ಪೋಗಿಲ ಮೋವಿ ಮೇನಾತೆ ಪಕ್ಕಿಲಮ್ಮ അവർക്ക് ഒരു മാർഗ്ഗവും ഇല്ലാണ്ട് പോയി എത്ര ദിവസം മുന്നോട്ട് പോകുമെന്നുള്ളതും അറിയത്തില്ലല്ലോ. അതൊരു വലിയ നഷ്ടം തന്നെയാണ് ജോലി ചെയ്യുന്നവർക്കായാലും ഗവൺമെന്റിനായാലും ഈ കൊറോണ ബാധിച്ച് സംഭവം ഉണ്ടായത് വലിയ നഷ്ടം വന്നേക്കുന്നത്. सोशल डिस्टेंसिंग यानी एक दूसरे से दूर रहना, अपने घरों में ही बंद रहना, कोरोना से बचने का इसके अलावा कोई तरीका नहीं है. അയൽ വീടുകളിലോ ബന്ധുവീടുകളിലോ അനാവശ്യമായി പോകരുത്. പോയാൽ കോവിഡ് നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചിരിക്കണം. അയൽ വീടുകളിൽ നിന്ന് ഭക്ഷണമോ മറ്റ് സാധനങ്ങളോ വാങ്ങുന്നതും കഴിക്കുന്നതും ഒഴിവാക്കുക. ചൂടുള്ള ഭക്ഷണങ്ങളും പാനീയങ്ങളും ഉപയോഗിക്കുക. പൊതുഗതാഗതം ഉപയോഗിക്കുന്നവരും സാധനങ്ങൾ വിൽക്കുന്നവരും കയ്യുറകൾ ധരിക്കുക. ഇപ്പോൾ സ്ഥിതി കൂടുതൽ ഗൗരവമാകുന്നു എന്നതാണ് രാജ്യമാകെ 21 ദിവസത്തെ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിലൂടെ വ്യക്തമാകുന്നത്. നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിലെ ആൾക്കാർ എത്ര പ്രതിജ്ഞ ചെയ്താലും എത്ര 100% പാലിക്കാൻ വേണ്ടി തയ്യാറാണ്. ആ ഒരു സന്ദേശം താഴേക്ക് പോകണം. അതേപോലെ വീട്ടിലെ 8 മണിക്ക് 7 മണിക്ക് നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രമില്ല, ഇത് നമ്മുടെ കൂടെ സംസാരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ്. അതേപോലെ റെസിഡന്റ് അസോസിയേഷനും ഇന്ന് നമുക്ക് ആദ്യമേ തന്നെ ഒരു ദുഃഖകരമായ വാർത്തയാണ്. കോവിഡ് ബാധിച്ച ഒരു സഹോദരൻ നമ്മുടെ സംസ്ഥാനത്ത് മരണമടഞ്ഞിരിക്കുന്നു. രാജ്യം ഒറ്റക്കെട്ടായി ഈ പ്രശ്നങ്ങളെ നേരിടേണ്ടത് ഈ സാഹചര്യം ആവശ്യപ്പെടുന്ന കാര്യമാണ്. അതിനിടയിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ആ ശ്രമങ്ങൾ അപലപനീയമാണ്. ഇതൊരു സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ഏറ്റുമുട്ടലാക്കിയിട്ട് മാറ്റാൻ ആര് ശ്രമം നടത്തിയാലും ആ ശ്രമം ഇത്തരത്തിൽ രാജ്യം മുഴുവൻ ഒരുമിച്ച് ഒരു യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യത്തെ നേരിടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോൾ അതിൽ സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്നുള്ള നിലയിലേക്ക് ഈ പ്രശ്നത്തെ മാറ്റാൻ ശ്രമിക്കുന്ന ആളുകളുടെ ഉദ്ദേശം രാഷ്ട്രീയ ലാഭം മാത്രമാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രോഗിയായിപ്പോയി എന്ന് വിചാരിക്കുക, ഒരു ഇന്ത്യൻ പൗരൻ രോഗിയായിപ്പോയി, അയാൾ ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നൊരു സ്റ്റാൻഡ് ഒരു രാജ്യം എടുക്കാൻ പാടുണ്ടോ? അതീവ ഗൗരവമായ പ്രശ്നമല്ലേ ഇത്? അയാൾക്ക് എല്ലാ സംരക്ഷണവും കൊടുക്കാൻ ബാധ്യപ്പെട്ടതല്ലേ നമ്മുടെ രാഷ്ട്രം? അതിൽ നിന്ന് കൈയൊഴിയാൻ പാടുണ്ടോ ഒരു രാഷ്ട്രം? കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നത് അവിടെ നിന്ന് അവർ സർട്ടിഫിക്കറ്റ്, അവർക്ക് ഈ അസുഖം ബാധിച്ചിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ്, ആ സർട്ടിഫിക്കറ്റ് വാങ്ങിയതിന് ശേഷം അവരുടെ യാത്രാ അനുമതി നൽകും. കാലത്ത് 6 മണിക്ക് ഈ പാസിന് അപേക്ഷിച്ച് പലതവണ അപേക്ഷിച്ചിരുന്നു, കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ സൈറ്റ് എപ്പോഴും ഒരു ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ പാസ് എടുത്ത് വരാൻ തന്നെ നമ്മുടെ ആഗ്രഹം. പക്ഷെ ഒരിക്കലും അത് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നത്. നാട്ടിൽ പോയേ പറ്റുള്ളൂ, കാരണം അവിടെ റൂമും ഭക്ഷണവും എല്ലാം വലിയ പ്രശ്നമാണ്. ഇതാണ് ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്. പലർക്കും പാസിന് അപേക്ഷിച്ചിരുന്നു, പക്ഷെ അതിന്റെ അപ്രൂവൽ കിട്ടിയിട്ടില്ല. ടേക്കിംഗ് ഒരു വെയിറ്റിംഗ് പറയുന്നത്, പക്ഷേ ഇതിന്റെ റിപ്ലൈ ഇങ്ങോട്ട് വന്നിട്ടൊന്നുമില്ല.
തമിഴ്നാടിന്റെ പാസ് വേറെ കിട്ടുകയും ചെയ്തു അല്ലേ? അത് കിട്ടി, അത് പെട്ടെന്ന് കിട്ടി. അത് നമുക്കൊരു പെട്ടെന്ന് കിട്ടീന്. അതിന് കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. പക്ഷെ കേരളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്രൂവൽ ആവാൻ ബുദ്ധിമുട്ടാണ്. അപ്രൂവൽ വളരെ പ്രയാസമാണ്. അല്ല, അവിടെ നിന്ന് വിളിച്ചു വെച്ചപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു കുഴപ്പമില്ല, രാവിലെ ഇവിടുന്ന് പാസ് കിട്ടിച്ച് പാളയാർന്ന് കിട്ടുന്നു പറഞ്ഞു. അത് പ്രതീക്ഷിച്ച് ഞങ്ങൾ അവിടുന്ന് വന്നത്. എവിടുന്ന് വിളിച്ച് പാളയാർന്ന് പാസ് കിട്ടുന്ന ആരാ പറഞ്ഞു? അവിടുന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു. ഞങ്ങൾ പാസ് കിട്ടുമെന്ന് പറഞ്ഞു. കിട്ടുന്ന പറഞ്ഞിട്ട് വന്നത് ഞങ്ങൾ ഇന്നലെ 9 മണിക്ക് അവിടുന്ന് ബസ് കയറുമ്പോൾ തന്നെ കാർ വിളിച്ചിട്ട് വന്നിരിക്കുന്നു. അപ്പം അന്വേഷിച്ചിട്ട് വന്നപ്പോൾ അതുമാതിരി കിട്ടും, പ്രശ്നമില്ല, 8 മണി വരെ കൊടുക്കേണ്ട പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ യാതൊരു ഇതുമില്ല. ഈ പൊരിവെയിലത്തും കുടിവെള്ളം പോലും ഇല്ലാതെ, ദാഹജലമില്ലാതെ ഈ ആളുകൾ ഈ ദേശീയപാതയുടെ ഓരങ്ങളിലും തൊട്ടടുത്ത കുറ്റിക്കാടുകളിലും അഭയം പ്രാപിച്ചിരിക്കുകയായിരുന്നു. രാവിലെ പാലക്കാട് MP VK ശ്രീകണ്ഠൻ കൊടുത്ത വെള്ളവും പഴവുമാണ് അവർക്ക് ആകെ ഉണ്ടായിരുന്ന ഭക്ഷണം. പിന്നെ ഇവിടെയുള്ള പ്രാദേശിക സുഹൃത്തുക്കൾ കൊടുത്ത ലഘുഭക്ഷണങ്ങളും. ഈ രാത്രി 9:30 വരെ വളരെ പ്രയാസത്തോടു കൂടിയാണ് ഇവരിവിടെ ഉണ്ടായത്. ഞങ്ങൾ ആദ്യം മുതലേ പറഞ്ഞു, ഇവരെ ക്വാറന്റൈൻ, ഇവരെ റോട്ടിൽ അനാഥരാക്കാതെ, ദേശീയപാതയോരത്ത് അനാഥരാക്കാതെ. ഇതിൽ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, വളരെ പ്രായം ചെന്ന ആളുകളുണ്ട്. വിശുദ്ധ റമദാന്റെ വ്രതാനുഷ്ഠാനം എടുത്ത് വ്രതം മുറിക്കാൻ പോലും കഴിയാത്ത ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അവരെ റോട്ടിൽ ഈ പാതിരാത്രിക്കും അനാഥരാക്കാതെ അവരെ ഏതെങ്കിലും തൊട്ടടുത്ത സ്ഥലത്ത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിന് വിധേയമാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അതിനുശേഷം നിയമാനുസൃതമായ പാസ് നൽകി അവരെ സ്വന്തം ജില്ലകളിലേക്ക് വിട്ട് ജില്ലകളിലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈന് വിധേയമാക്കണമെന്നാണ് ഞങ്ങൾ 2 MP മാരും 2 MLA മാരും നിരന്തരമായി ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടത്. ഈ വർഷം സാധാരണ നിലയിൽ കവിഞ്ഞ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. ஒண்ணுமே இல்ல. எத்தனை பேர் இருக்காங்க? இதுல 82 ஆளு. அதுல 6 ஆளு தப்பிச்ச, காலில் காப்பாத்திட்டோம் உயிரோட இருந்தவங்கள. பாக்கி எல்லாமே என்ன நடந்துனே தெரியல.
വിമാനത്തിൽ നമ്മൾ കയറിയാൽ എല്ലാവരും ഒന്നിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ആ ആളുകൾക്ക് മുഴുവൻ ഇതൊന്നിച്ചു വരികയാണ്, ബാധിക്കുകയാണ്. സ്വാഭാവികമല്ലേ അത്? ഒരാളിൽ നിന്ന് എത്ര ആളുകൾക്ക് രോഗം പകരാനിടയുണ്ടോ അത്രയും ആളുകൾക്ക് അവിടെ വെച്ച് കൊടുക്കുമല്ലോ. ഇതല്ലേ നാം കാണേണ്ടത്? അതിനകത്ത് ഗർഭിണികളുണ്ടാവും, കുഞ്ഞുങ്ങളുണ്ടാവും, പ്രായമായവരുണ്ടാവും, ചില രോഗികളുണ്ടാവും. എന്താകും അവസ്ഥ? നമ്മളിവിടെ കണ്ടതല്ലേ ഈ രോഗവ്യാപനത്തിന്റെ തോത് എങ്ങനെയാണെന്നുള്ളത്. മക്കൾ പുറത്തുപോയി, അവർ തിരിച്ചു വന്നു, അവർ നല്ല ആരോഗ്യവാന്മാരായിട്ട് നിൽക്കുന്നു, ഒരു രോഗവും അവരെ ബാധിച്ചിട്ടില്ല, പ്രത്യക്ഷത്തിലൊരു ലക്ഷണവും ഇല്ല. പക്ഷേ അവർ നേരെ അമ്മയ്ക്ക് സംഭാവന ചെയ്തു. ഇതൊക്കെ ഈ രോഗത്തിന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ അനുഭവമല്ലേ? ആ അനുഭവത്തിൽ നിന്ന് എന്തെങ്കിലും പഠിക്കുന്നില്ലെങ്കിൽ നമ്മൾ മനുഷ്യരാണോ? ഈ നാട്ടിലുള്ള ആളുകളെ മാത്രമല്ല വരുന്ന ആളുകളെയും സംരക്ഷിക്കാനുള്ള ബാധ്യത നമുക്കില്ലേ? ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കുമോ? ഗൾഫ് നാട്ടിൽ കോവിഡ് പ്രതിസന്ധിയെ അതിജീവിച്ച് പിറന്ന നാട്ടിലെത്താനുള്ള മോഹവുമായി വിമാനം കയറിയ മനുഷ്യരാണ് ഇവിടെ പൊലിഞ്ഞു വീണത്. അപകടത്തിന് കാരണം കനത്ത മഴയെ തുടർന്നുണ്ടായ കാലാവസ്ഥ പ്രശ്നമാണോ? അതല്ല, മനുഷ്യരുടെ ഇടപെടലുണ്ടായ വീഴ്ചയാണോ? കേരളത്തിന് മുഖ്യമന്ത്രി കള്ളം പറഞ്ഞിരിക്കുന്നു. താൻ സ്വപ്ന സുരേഷിന് നിയമനം കൊടുത്തത് അറിഞ്ഞില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ED നൽകിയ കുറ്റപത്രത്തിൽ പ്രത്യേകം പറയുന്നു മുഖ്യമന്ത്രി അറിഞ്ഞാണ് ഈ നിയമനം നടത്തിയത് എന്ന്. സാധാരണ പറയാറില്ലേ, മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കണ്ടു. ആ ഒരു ധൈര്യം തന്നെയാണ് ഇതേവരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്, ഇനി അങ്ങോട്ടുമുള്ളൂ. അവിടെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉമ്മൻചാണ്ടിയുടെ കാലത്തേതുപോലെ തന്നെ അധോലോക സംഘങ്ങളുടെയും കൊള്ളക്കാരുടെയും സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെയും മാഫിയ സംഘങ്ങളുടെയും കൂടാരമായി മാറിയിരിക്കുകയാണ്. M. ശിവശങ്കറിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അഖിലേന്ത്യാ സർവീസിലെ പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമുണ്ടായി എന്നാണ് കമ്മിറ്റി കണ്ടെത്തിയത്. ഇന്ന് ശിവശങ്കറിന്റെ സാന്നിധ്യത്തിൽ 6 തവണ മുഖ്യമന്ത്രി സ്വപ്ന സുരേഷിനെ കണ്ടിരിക്കുന്നു. തുടക്കം മുതൽ മുഖ്യമന്ത്രി കള്ളം പറയുന്നു. പിണറായി വിജയൻ മുഴുവൻ കാര്യങ്ങളും നുണ പറയുകയാണ്. ഇന്ന് 3215 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. ഇന്ന് 4125 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് 7871 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. നെറുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ, നീ പിടയരുതേ. മൃതിതൻ പടികൾ കയറുമ്പോൾ തുണ തരണേ നിൻ പ്രാർത്ഥനയാൽ. സ്മൃതികളിലെന്നെ ചേർക്കേണേ ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോൾ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി.